നമസ്കാരം. മൈ ആസ്ട്രോവിനിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വേദ ജ്യോതിഷ പ്രകാരം ഉണ്ടല്ലോ, ഗ്രഹചലനങ്ങൾ ജീവിതത്തിൽ നിരവധി മാറ്റങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഗ്രഹമാറ്റങ്ങൾ പലപ്പോഴും ഉദയാസ്തമയങ്ങൾക്ക് കാരണമാകാറുണ്ട്. അപ്പോൾ ഇതിൽ ശുക്രന്റെ ഉദയം പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ഓരോ രാശിമാറ്റവും വ്യത്യസ്തമായ ഗുണദോഷ ഫലങ്ങളാണ് നൽകപ്പെടുന്നത്. അപ്പൊ ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും ദേവനായിട്ട് അറിയപ്പെടുന്ന ഈ ശുക്രനുണ്ടല്ലോ, ഫെബ്രുവരി മാസത്തിലെ ശനിയുടെ രാശിയായ മകരത്തിലാണ് ഉദിക്കുന്നത്. അപ്പോൾ ഇത് 12 രാശികളിൽ നിന്നുള്ള ഞാൻ പറയാൻ പോകുന്ന 3 രാശിക്കാർക്ക് പ്രത്യേകമായ ഗുണാനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. പലപ്പോഴും ശുക്രന്റെ ഉദയം എല്ലാ രാശികളിലും സ്വാധീനം ചെലുത്തുമ്പോഴും ഞാൻ പറയാൻ പോകുന്ന 3 രാശികൾക്കുണ്ടല്ലോ, ഇതിലൂടെ പ്രത്യേകമായ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതിന്റെ ഫലമായിട്ട് ഫെബ്രുവരി മാസത്തിലെ ശുക്രന്റെ സ്ഥാനമാറ്റം വിവിധ മേഖലകളിൽ നിന്നായിട്ട് നിങ്ങൾക്ക് നേട്ടങ്ങളുടെ തുടക്കമാണ് ഇടാൻ പോകുന്നത്. 3 രാശിക്കാർക്കും സമ്പത്തിന്റെയും അതുപോലെ തന്നെ ധനലാഭത്തിന്റെയും നേട്ടങ്ങൾ മുഖ്യമായിട്ടും ലഭിക്കുന്നു എന്നാണ് ഈ രാശിഫലം പറയുന്നത്. ഇതോടൊപ്പം കോടീശ്വര യോഗവും ഈ സമയത്ത് അനുഭവിക്കാനുള്ള ഒരു സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട്. ഭാഗ്യഫലങ്ങൾ ഏറ്റുപറയാൻ പോകുന്ന രാശികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. മകരം രാശി, മിഥുനം രാശി, തുലാം രാശി, ഈ രാശികളും ഇതിലുൾപ്പെട്ട നക്ഷത്രങ്ങൾക്കും ഇതിന്റെ ഗുണഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമുക്ക് മകരം രാശിയിലേക്ക് കടക്കാം. മകരം രാശിക്കാർക്ക് ജീവിതത്തിലെ നിരവധി മാറ്റങ്ങളിലേക്ക് നയിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. ലഗ്നത്തിൽ ശുക്രന്റെ ഉദയം വ്യക്തിത്വത്തിന്റെ നേട്ടങ്ങളാണ് നൽകപ്പെടുന്നത്. ആത്മവിശ്വാസത്തോടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നതിൽ നിങ്ങൾക്ക് യാതൊരുവിധ സംശയവും വേണ്ട. സാമ്പത്തിക നില അത്ഭുതകരമായിട്ട് മെച്ചപ്പെടുകയും അതുപോലെ തന്നെ കോടീശ്വര യോഗത്തിന്റെ ഫലമായിട്ട് ശ്രദ്ധേയമായ മാറ്റങ്ങളൊക്കെ സംഭവിക്കുകയും ചെയ്യും. മാനസിക ആരോഗ്യത്തിനും പോസിറ്റീവ് ഊർജത്തിനും ഒക്കെ വന്ന് നിറയുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. വിവാഹപരമായിട്ട് നോക്കുകയാണെങ്കിൽ വിവാഹ കാര്യങ്ങളിലൊക്കെ ഗുണഫലങ്ങൾ ലഭിക്കാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും ഉറപ്പാക്കപ്പെടുകയും മികച്ച സാമ്പത്തിക നില കാരണം ബിസിനസ് മേഖലയിലൊക്കെ പല പല പദ്ധതികളൊക്കെ ആലോചിക്കാൻ ഇത് ഏറ്റവും അനുയോജ്യമായ ഒരു സമയമായിട്ട് തന്നെയാണ് കാണുന്നത്. അടുത്തത് മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാർക്ക് തൊഴിൽ മേഖലയിലെ പല മാറ്റങ്ങളും ഈ കാലഘട്ടത്തിലാണ് സംഭവിക്കാൻ പോകുന്നത്. ബിസിനസ് രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ വളരെ അത്ഭുതകരമായ രീതിയിലായിരിക്കും നിങ്ങളെ വരവേൽക്കുക. കുടുംബത്തിലോ വീട്ടിലുള്ള കാര്യങ്ങളിലോ ഒക്കെ മംഗളകരമായ ഒരു സംഭവങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട്. ശുക്രന്റെ മാറ്റം നിങ്ങളുടെ 10ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ജോലി രംഗത്ത് ഉയർച്ച, പ്രൊമോഷൻ, ശമ്പള വർധനവ് എന്നിവയെല്ലാം കൈവരിക്കാനായിട്ട് സാധിക്കും. ജോലി ചെയ്യുന്നവർക്ക് വരുമാനമൊക്കെ ഇരട്ടിയായിട്ട് വർദ്ധിക്കും. അതുപോലെ തന്നെ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താനായിട്ട് കഴിയുന്ന ഒരു സമയമാണ്. കരിയറിലെ വഴിത്തിരിവുകൾ ഉണ്ടാക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ ഒരു ഘട്ടം തന്നെയാണ് വരാൻ പോകുന്നത്. കൂടാതെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും ഒരു മികച്ച സമയമായിട്ടാണ് രാശിഫലം തെളിഞ്ഞു കാണുന്നത്. അടുത്തത് തുലാം രാശി. തുലാം രാശിക്കാർക്ക് ശുക്രന്റെ ഉദയം ഏറെ അനുകൂല ഫലങ്ങളാണ് നൽകപ്പെടുന്നത്. ശുക്രൻ നിങ്ങളുടെ രാശിചക്രത്തിലെ 4ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അടിസ്ഥാന സുഖ സൗകര്യങ്ങളൊക്കെ വർദ്ധിക്കുകയും ജീവിതത്തിലെ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുകയും ചെയ്യും. വാഹനത്തിന്റെ ഒരു യോഗവും കോടീശ്വര യോഗവും ഒക്കെ തെളിഞ്ഞ് കാണുന്നുണ്ട്. ബിസിനസ് രംഗത്ത് പങ്കാളിത്തത്തോടെ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനുള്ള ഏറ്റവും അനുയോജ്യമായ ഒരു കാലഘട്ടം തന്നെയാണ് ഇത്. ഇപ്പൊ ഭൂമി വിൽപ്പന നടത്തുന്നതിനും ഭൂമി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ കാർഷിക നേട്ടങ്ങളൊക്കെ ഈ സമയത്ത് തികച്ചും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. പാരമ്പര്യമായിട്ട് ലഭിച്ച ധനസമ്പത്തിനെ കൂടുതൽ ഒന്നുകൂടി ഉയർത്താനുള്ള ഒരു യോഗവും നിങ്ങൾക്ക് ലഭിക്കും. വ്യക്തിപരമായിട്ട് നോക്കുകയാണെങ്കിൽ
ചില ബന്ധങ്ങളൊക്കെ ശക്തമാകുകയും കടം കൊടുത്ത പണങ്ങളൊക്കെ തിരികെ ലഭിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. നിങ്ങളുടെ വരുമാനം തന്നെ ഇരട്ടിയായിട്ട് വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.